പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ കയറി നിന്ന് അമ്മയ്ക്ക് സാക്ഷിയാവാൻ എന്നെ അനുഗ്രഹിച്ചതിന്. 2023 ജനുവരി 8-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. 6 നിയോഗത്തിൽ എല്ലാം തന്നെ എനിക്ക് സാധിച്ചു കിട്ടി. ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ പേര് അൽഫോൺസ ആൻ്റണി. ഞാൻ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. 2023 ജനുവരി 8-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചു. ആ നിയോഗങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഒന്നാമത്തെ നിയോഗം, എൻ്റെ മകൻ MBA കഴിഞ്ഞിട്ട് ACCA കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനോടൊപ്പം സാപ്പ് ചെയ്തു. അവന് നല്ലൊരു ജോലി ലഭിച്ചില്ല. പക്ഷേ എല്ലാ കമ്പനികളും അവന് വിളിക്കും, ജോലിക്ക് കയറും, സാലറി വളരെ കുറവ്, ജോലി കൂടുതൽ. 3-4 വർഷമായി അവൻ ആ ജോലിക്ക് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യണു. പക്ഷേ ജോലി കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ട് സാലറി ഇല്ല. അങ്ങനെ അവൻ ഭയങ്കര ടെൻഷനായി. അവൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവന് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ മാതാവ് നല്ലൊരു കമ്പനിയിൽ ജോലി കൊടുത്തു. അപ്പം ജോലി ചെയ്ത് അവർ ജോലിക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു, 6 മാസം ട്രെയിനിങ് പീരീഡാണ്, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിർത്തണോ, നിന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് തീരുമാനിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 6 മാസം അവിടെ ജോലി ചെയ്തു. അവർക്ക് ഇഷ്ടമായി. പക്ഷേ സാലറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. അങ്ങനെ അവൻ്റെ ഉടമ്പടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ, എനിക്ക് ജോലി കാരണം മുന്നോട്ട് എൻ്റെ ഉടമ്പടി കൊണ്ടുപോകാൻ പറ്റണില്ല. അമ്മ ഈ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടിയിൽ വച്ചു, മാതാവേ, അവൻ ജോലിക്ക് കയറിയിട്ട് 6 മാസമായി. സാലറിയുടെ കാര്യത്തിലൊരു തീരുമാനമായില്ല. കാരണം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അനിയന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഇതുകൊണ്ട് തന്നെയാണ്. അവന് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് പുറത്തേക്ക് പോകാം എന്നോർത്ത് അവൻ IELTS ക്ലാസ്സിന് ചേർന്നു. അപ്പോൾ അവൻ കമ്പനിയിൽ പറഞ്ഞു, ഞാൻ ഇവിടെ ജോലി റിസൈൻ ചെയ്യാണ്, ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനിയിൽ അവർ പറഞ്ഞു, നീ ജോലി റിസൈൻ ചെയ്യില്ലേ, ഞങ്ങളൊന്ന് നിങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവനവിടെ നിർത്തി. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു, നിയോഗം പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, അമ്മേ, അവന് ഇത്ര രൂപ സാലറി കിട്ടുന്നുണ്ട്, ആ സാലറിയിൽ നിന്നും 75% കൂട്ടി ഉള്ള സാലറി തരികയാണെങ്കിൽ അവന് ഈ നാട്ടിൽ തന്നെ, അവനാണ് ഈ നാട്ടിൽ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം, പുറത്ത് പോകണമെന്ന് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും സാലറി കിട്ടിയാൽ ഞാനിവിടെ നിന്നേനെ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇത്രയും സാലറി തരാണെങ്കിൽ അവൻ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനാണ് അവൻ്റെ ആഗ്രഹം, അത് അമ്മ സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അത് പ്രകാരം അവർ ബോർഡ് മീറ്റിംഗ് കൂടി. അവർ ബോർഡ് മീറ്റിംഗിൽ തീരുമാനിച്ചിട്ട് പറഞ്ഞു, അവന് കിട്ടുന്ന സാലറിയുടെ കൂടെ കിട്ടുന്ന സാലറിയുടെ 75% കൂട്ടി അവർ സാലറി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇപ്പം 1 വർഷം, ഒക്ടോബർ 30-ാം തീയതി വന്നപ്പോൾ 1 വർഷമായി ആ കമ്പനിയിൽ ആ സാലറിയിൽ ജോലി ചെയ്യണു. അങ്ങനെ മാതാവ് നല്ലൊരു ജോലി നൽകി എൻ്റെ മകനെ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് 22 വർഷമായി. ഈ 22 വർഷത്തിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ നടുവേദന, സഹിക്കാൻ പറ്റാത്ത നടുവേദനയായിരുന്നു. എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും എൻ്റെ നടു കട്ട് കഴിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, ഒന്ന് പ്രാർത്ഥന എത്തിക്കാനും ഒന്ന് കുർബാനയിൽ പങ്കുകൊള്ളുമ്പോഴും എനിക്കൊന്ന് നിൽക്കാൻ പറ്റണേന്ന്. അങ്ങനെ ഞാൻ പോകാത്ത ആസ്പത്രികളില്ല, ഞാൻ കഴിക്കാത്ത മരുന്നുകളില്ല. അങ്ങനെ കഴിഞ്ഞു വർഷങ്ങളായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും, നടുവേദന, ഫിസിയോതെറാപ്പി ചെയ്ത് മരുന്ന് കഴിച്ച് കുറച്ച് നാളത്തേക്ക് കുറയും, പിന്നെയും വരും. അങ്ങനെ ആയി ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു 5-6 വർഷം മുൻപ് ഈ നടുവേദന എൻ്റെ ശരീരം മൊത്തമായി. എൻ്റെ ശരീരത്തിൽ വേദനയില്ലാത്ത ഭാഗങ്ങളില്ല. അങ്ങനെയായി ഞാൻ
ഇവിടെ വന്നു അതും ഉടമ്പടിയിൽ വെച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവേ ഏറ്റവും ഉപരി എനിക്ക് മുട്ടായിരുന്നു. ഈ മുട്ടും കൊണ്ട് എനിക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. വീട്ടിലകത്തെ കൂടെ നടക്കാനാണെങ്കിലും പുറത്തേക്ക് പോകാനാണെങ്കിലും ഞാൻ ഒത്തിരി വിഷമിച്ചു. അതുപോലെ എൻ്റെ ഈ വലത്തെ കൈ പൊങ്ങൂലായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്, പഠിപ്പിക്കാനും ഒത്തിരി എഴുതാനുണ്ടായിരുന്നു. അപ്പം എങ്ങനെ എഴുതിയാണോ ജോലിയൊക്കെ ചെയ്ത് എൻ്റെ കൈ സ്റ്റക്കായി ഇവിടെ. അപ്പം എൻ്റെ കാര്യങ്ങൾ നടത്താനോ ഒന്ന് മുടി കെട്ടാനോ എഴുതാനോ ഒന്നിനും എനിക്ക് പറ്റാണ്ടായി. അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചു, പ്രാർത്ഥിച്ചു. മാതാവേ എൻ്റെ വേദനകൾ, എൻ്റെ ശരീരത്തിൻ്റെ വേദനകൾ മാറ്റി എനിക്കൊന്ന് നടക്കാനും ഒന്ന് എഴുതാനും മാതാവ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചു. ഞാൻ കുളിക്കുമ്പോൾ ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് കുളിക്കുമായിരുന്നു. തൈലം, തേൻ ഇതൊക്കെ ഉപയോഗിച്ചു. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ഇന്ന് എനിക്ക് 99% ഒന്ന് മുട്ടുകുത്തിയിട്ട് ഒന്ന് എനിക്കൊന്ന് ചെറിയൊരു സപ്പോർട്ട് വേണമെന്നല്ലാതെ എൻ്റെ എല്ലാ വേദനകളും മാതാവ് എനിക്ക് മാറ്റി തന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. അതിന് മാതാവിനോട് എന്തോരം നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല. അത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്കത് ചെയ്തത്. മൂന്നാമത്തേന്ന് വെച്ചാൽ എനിക്ക് രണ്ടാമത് ഇരട്ടക്കുട്ടികളാണ്. അവർ മംഗലാപുരത്ത് മെഡിക്കൽ BPT പഠിക്കുക. അതിലൊരാൾക്ക് ജനിച്ചപ്പോൾ ഇവിടെ നമ്മുടെ ഈ പിരുകത്തിൻ്റെ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ല് വളരണതാണ്, നിങ്ങളത് പേടിക്കേണ്ട, വലുതാകുമ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 2-3 വർഷം മുൻപ് വരെ അതൊരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അത് വളർന്നിട്ട് കണ്ണിൻ്റെ ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി. അപ്പോൾ അവന് ഭയങ്കര അസ്വസ്ഥത, തലവേദന, കണ്ണിനൊരു മങ്ങൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോനെ ഇത് എത്രയും വേഗം റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ നിൻ്റെ കാഴ്ചശക്തി പോകും, അതുകൊണ്ട് കാഴ്ചയ്ക്ക് മങ്ങൽ വരും, അത് വളർന്ന് തിങ്ങും, ഞരമ്പുകൾ സ്റ്റക്കാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് വിളിച്ചു. അമ്മേ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നീ നാട്ടിലേക്ക് വാ, നമുക്കിവിടെ ഡോക്ടറെ കാണിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ അവനെ കാണിച്ചു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു അത് റിമൂവ് ചെയ്യണതാണ് എത്രയും നല്ലത്, അത് ഞരമ്പിലോ എവിടെയെങ്കിലും ഇതായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രത്യേകിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞത് റിമൂവ് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവന് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നെറ്റിയുടെ ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതൊരു വലിയ പാടാവോ എങ്ങനെയാണെന്നുള്ളൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് അവൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറിന് ഒരു പാടുമില്ലാത്ത രീതിയിൽ നിനക്ക് ഞങ്ങളത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പൺ സർജറിയാണ് ചെയ്തത്. അത് റിമൂവ് ചെയ്തു, അത് ബയോപ്സിക്ക് അയച്ചു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. ഒരു കുഴപ്പമില്ല, അത് വെറുതെ ഒരു മുഴയായിരുന്നു. അത് മാറ്റി തന്ന മാതാവ് അനുഗ്രഹിച്ചു. അത് ഓപ്പറേഷന് കയറ്റിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു കുഴപ്പമില്ലാതെ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണെങ്കിലും ഇവൻ്റെ ഓപ്പറേഷനാണെങ്കിലും ഒരു കുഴപ്പം കൂടാതെ ഞങ്ങളെ പരീക്ഷിക്കാതെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അതനുസരിച്ച് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിലൊരു കുഴപ്പമില്ല. ഇന്നിപ്പോൾ അവൻ നന്നായി പഠിക്കണു. വീണ്ടും അവൻ കോളേജിലേക്ക് തിരിച്ചു പോയി. അവൻ അവിടെ സുഖമായിട്ട് പഠിക്കണു. ഇതും മാതാവിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണ്. പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരെടുത്തേക്കുന്ന കോഴ്സ് ഭയങ്കര ടഫാണ്, പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. 10, 100, 200 കുട്ടികൾ എഴുതി കഴിഞ്ഞാൽ ജയിക്കുക 16 പേര് 10 പേരൊക്കെ ജയിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, അമ്മേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ്, അപ്പോൾ അതുകൊണ്ട് പഠിച്ച് പാസ്സാവണമെങ്കിൽ അമ്മ പ്രാർത്ഥിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആളാണ് പഠിക്കണേ, 2 ആളും ഒരേ കോഴ്സ് എടുത്തേക്കണേ. അപ്പോൾ നല്ലൊരു തുക ഞങ്ങൾക്ക് ചിലവുണ്ട് ഒരു വർഷത്തിൽ. എനിക്ക് കിട്ടുന്ന ചെറിയൊരു തുച്ഛം, ചേട്ടനാണ് ചെറിയൊരു ജോലി ആണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് കാര്യമായ വരുമാന മാർഗ്ഗമില്ല. ഈ മൂത്താളുടെ സാലറിയും കൊണ്ടും ഒക്കെയാണ് കാര്യങ്ങൾ പോണത്. അപ്പം ഈ 2 ആളെ പഠിപ്പിക്കുന്നതിനും പൈസ ഒരുപാട് വേണ്ടത് കൊണ്ട് ഇവർക്ക് പേടിയായിരുന്നു, ഭയങ്കര പേടിയാണ്. ടെൻഷനും, എക്സാം വരുമ്പോൾ ടെൻഷൻ, ഭയങ്കര പേടി. അങ്ങനെ അവൻ പറഞ്ഞു, ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ കൃപ കൊണ്ടും 2 വർഷവും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി 2 പേരും പാസ്സായി. 3ാമത്തെ ഇയറിലെ എക്സാം ഈ 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അതും മാതാവ് പാസ്സാക്കി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിന് നന്ദി പറയുന്നു. 4ാമത് എൻ്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്.
അവരിൽ കുറച്ച് കുട്ടികൾക്ക് 2-3 പേർക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പം ഞാൻ ഇതുങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ തുടങ്ങി തുമ്മൽ, ചുമ, അസ്വസ്ഥത പറയും. അപ്പം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ പോയി മാതാവിൻ്റെ തൈലെടുത്ത് നെറ്റിത്ത് കുരിശ് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അങ്ങനെ കൊടുത്തിട്ട് ഉപ്പ് അല്ലെങ്കിൽ തേൻ അവർക്ക് കൊടുക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ പേരൻസ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അവർക്ക് അറിയാം ഇവിടെ കൃപാസനത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നവരാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ടീച്ചറെ അത് കൊടുത്ത് നന്നായി, അവർക്ക് ഒത്തിരി കുറവുണ്ട് എന്ന് പറഞ്ഞു. കുറവുണ്ടെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട്, കാരണം ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ഇപ്പോൾ കാര്യമായി തുമ്മലോ ചുമയോ ഒന്നുമില്ല. അങ്ങനെ 2 കുട്ടികൾക്ക് അത് മാതാവ് മാറ്റി കൊടുത്തു. അങ്ങനെ ഒത്തിരി ചെറുതും വലുതുമായി ഒത്തിരി നന്മകൾ മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും മാതാവിനോടും യേശുവോടും എന്നും കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. പിന്നെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരുണ്യപ്രവർത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും പാവങ്ങൾ, ഞങ്ങളുടെ വീട് റോഡ് സൈഡിലായതുകൊണ്ട് എപ്പോഴും ആരെങ്കിലുമൊക്കെ വരും. അതനുസരിച്ച് ഉള്ളിൽ അവർക്ക് കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ കാശ് കൊടുക്കും, ഭക്ഷണം വഴി കഴിച്ചോളാൻ പറയും. അതേമാതിരി പോകുന്ന വഴിക്കോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും കണ്ടാലും അവർക്കും കൊടുക്കും, പൈസയായിട്ട് കൊടുക്കും ഭക്ഷണം കഴിക്കാൻ. പിന്നെ ഓരോ വിശേഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാമിലീനെ, അത് ഞങ്ങളുടെ മഠത്തിൽ സിസ്റ്ററിനോട് പറയും, സിസ്റ്ററെ ഏതെങ്കിലും ഒരു ഫാമിലീനെ, പാവപ്പെട്ട ഫാമിലീനെ കാണിച്ചു തരാണെങ്കിൽ നമുക്ക് അവർക്ക് ചെറിയ സഹായം ചെയ്യാം എന്ന് പറയും. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മാസം പെരുന്നാളായിരുന്നു, പെരുന്നാളിനോടനുബന്ധിച്ചും അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും ഞാൻ ഒരു കുടുംബത്തിലേക്ക് അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയുള്ള പ്രേക്ഷിതകൾ ചെയ്യും, പ്രവർത്തനം ചെയ്യും. പിന്നെ പത്രം ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും വാങ്ങിക്കും. ഞാൻ ആ പത്രം കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ പത്രത്തിനോടൊപ്പം അത് കൊടുക്കും. പത്രം ഞാൻ വെറുതെ കൊടുക്കില്ല, തോന്നണമെന്നും കൊടുക്കില്ല. ഞാൻ ചെന്നിട്ട് ഞാനെന്ത് വെച്ച് കഴിഞ്ഞാൽ പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയും, ഇത് ഇന്നതാണ്, മാതാവിൻ്റെ അനുഗ്രഹമാണ്, ഇതാണ് മാതാവ്, നിങ്ങൾ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം മാതാവിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വേണോ എന്ന് ചോദിക്കും. വേണം എന്ന് പറയുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുന്നതിന് മുമ്പേ കാര്യങ്ങൾ പറയും, വ്യക്തമായിട്ട് പറയും. പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും, തന്നേരെ മോളെ. അപ്പോൾ അവർ എന്നോട് പറയും, ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയും, പ്രാർത്ഥിക്കാം. അങ്ങനെ പലർക്കും കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒട്ടുമിക്കവരും വന്നിവിടെ ഉടമ്പടി എടുത്തേക്കുന്നവരും പ്രാർത്ഥിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും എല്ലാ മാസം വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ കൊടുക്കണവരും ഞങ്ങൾക്ക് കിട്ടിയതാന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പത്രം കൂടി ഞാൻ എൻ്റെ വീട്ടിലും വേറെ സ്ഥലത്തേക്കും പോകും. ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്ത് പത്രങ്ങൾ വിതരണം ചെയ്യും. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ മാതാവിൻ്റെ കൃപയെ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയും മുന്നോട്ട് മാതാവിൻ്റെ ഒരു മകളായി ജീവിക്കാൻ അമ്മ മാതാവെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.